ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ ബുള്ളിഷിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ബൈ എൻട്രീസ് ആണ് എപ്പോഴും കൂടുതൽ എടുക്കാമെന്ന്. പക്ഷേ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻട്രികൾ തരുന്നത്, നല്ല എൻട്രികൾ തരുന്ന, ട്രാപ്പൊന്നും ഇല്ലാതെ തരുന്ന എൻട്രികൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബൈ എൻട്രിയാണ്. സെല്ലിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് ഞാനത് തന്നെ പറഞ്ഞു. എന്നാൽ പ്രൈസ് ബുള്ളിഷിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ റീസൺ ഉണ്ടായാൽ പോലും പ്രൈസ് എന്ത് ചെയ്യും, ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഫ്രൈഡേ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഫ്രൈഡേ മോർണിംഗ് കഴിഞ്ഞിട്ട് ട്രേഡൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഏഷ്യനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലണ്ടനിൽ കയറിയില്ലായിരുന്നു, ഞാൻ ഔട്ട് സൈഡായിരുന്നു. അപ്പോൾ കുറേ മെസ്സേജുകൾ വരുന്നു, മാർക്കറ്റിന് എന്തോ പറ്റിയിട്ടുണ്ട്, ചില ബ്രോക്കേഴ്സ് മൂവ് ആകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്താ, ട്രേഡിംഗ് വ്യൂവിലാണെങ്കിലും ചില എററായിട്ടുള്ള ചാർട്ടുകൾ കാണിക്കും. വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ CMI, അതായത് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൻ്റെ അവിടെ സെർവർ ഹീറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫാകുന്നത്. അത് ഏത് സെർവറാണെങ്കിലും ഹീറ്റായ ഓട്ടോമാറ്റിക്കലി ഓഫാകും. നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ ചില സമയത്ത് ഓഫായി പോകുന്ന കണ്ടിട്ടില്ലേ, ഗൂഗിള് അത് കുറേ ടൈം കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുക, റിക്കവർ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഓഫായ സമയത്ത് US മാർക്കറ്റിലാണ് അത് ബാധിച്ചത്. അപ്പോൾ US മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിൻ്റെ ഷെയർസായ US30, അങ്ങനെ നാസ്ഡാക്ക്, അങ്ങനെ 500, അങ്ങനെയുള്ള കുറേ പേഴ്സ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചു. എസ്പെഷ്യലി നമ്മുടെ ഗോൾഡിനെയും ബാധിച്ചു. എന്നാൽ ചില ബ്രോക്കേഴ്സിൽ നമുക്ക് ഗോൾഡ് ചെയ്യാൻ പറ്റി, പക്ഷേ ചെറിയ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഇടുന്ന ഓർഡേഴ്സ് കറക്റ്റായിട്ട് പ്ലേസ് ആകുന്നില്ല. ചില സമയത്ത് എന്ത് ചെയ്യുക, അത് പ്ലേസ് ആകാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. പല ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പോലെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായാലും ഇത് കറക്റ്റായിട്ട് അവർ മാനേജ് ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ആ സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മളുടെ അൽപ്പാരിയിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്ത് നോക്കി, IC മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് നോക്കി. ചെറിയൊരു ലാഗല്ലാതെ അതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആളുകൾ കൂടുതലായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും, ബുള്ളിഷിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗോൾഡിൽ എന്ത് നടന്നു, ഏറ്റവും കൂടുതൽ ഫ്യൂച്ചേഴ്സ് നടക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാനും കാരണമായതുകൊണ്ട് ഗോൾഡ് എന്ത് ചെയ്യും, ഫ്രൈഡേ മാർക്കറ്റിൽ നല്ല ബുള്ളിഷിലേക്ക് വന്നു. ഇതാണ് ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ മാർക്കറ്റിൽ, ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു, ഇപ്പോൾ ഇതിൽ 4215 നിൽക്കുന്നത്, ചിലയിൽ 4219, ചിലയിൽ 4226. അത് ഈ ഒരു പ്രോബ്ലം കാരണമാണ്. നിങ്ങൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ റെഡി ആയിക്കോളും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നല്ല പ്രോഫിറ്റിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യുക, മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ക്ലോസ് ചെയ്യാനും അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനൊക്കെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട, വലിയ കുത്തനെയുള്ള വീഴ്ചയോ വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോകുന്ന സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ആഴ്ച നോക്കാം. നമുക്കറിയാം ഈ ആഴ്ച നല്ല ബുള്ളിഷായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് നോക്കി ഇതിൻ്റെ ഹൈ എടുക്കുമ്പോൾ എന്തായാലും പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല റിജക്ഷൻ ക്യാൻഡിലാണ് വലിയ, അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലാണ്. പ്രൈസ് കുറച്ച് ദിവസമായിട്ട് ബിയറിഷിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ എടുക്കുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ കുറച്ച് ആഴ്ചയായിട്ട് പ്രൈസ്, ഒരു 2 മാസമായിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഒരു റേഞ്ചിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡേയിലത്തെ സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഡേയിലെ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇപ്പോഴും ആക്റ്റീവാണ്. അതിനുശേഷം ഒരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, അങ്ങോട്ട് തന്നെയാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് തന്നെയാണ് പ്രൈസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പ്രൈസ് നല്ല പുൾ ബാക്ക് എടുക്കുമ്പോൾ നോക്കിയേ, ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി പ്രൈസ് എടുത്തിട്ടില്ല, കണ്ടോ, ഇവിടെയൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു ഏരിയയിൽ എടുത്ത് പോകുന്നെങ്കിലും നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ ഒന്നും പ്രൈസ് തിരിച്ച് കയറിപ്പോയതാണ് ഈ കാണുന്നത്, പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച ചിലപ്പോൾ ഈ ഒരു ഹൈ എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ട് വീണ്ടും കയറാം. ഇതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും കൂടി വിശദമായിട്ട് ഞാനൊന്ന് പറയാം. അതായത് 5 ദിവസം എന്താ നടന്നത്. മൺഡേ നല്ല പ്രൈസ് എന്ത് ചെയ്തു, നല്ല ബുള്ളിഷിലേക്ക് വന്നു അല്ലേ. അതിനുശേഷം പ്രൈസ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ നല്ല ലാഗ് അടിച്ച് ആ ഒരു പൊസിഷനിൽ നിന്നും ഫ്രൈഡേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പ്രൈസ് തിരിച്ച്, ഫ്രൈഡേ ഓൾറെഡി ഒരു ബിയറിഷ് ക്യാൻഡിലൊക്കെ ആയിരുന്നു. ഈ ഒരു ന്യൂസ് വന്നതോടെ ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് വന്നു. നമുക്ക് ഈ പറയുന്ന 4 ഹവറിലൊന്നും പറയാനില്ല. നമുക്ക് നേരെ 1 ഹവറിലേക്ക് കിടക്കാം. നമുക്ക് ഇനിയിപ്പോൾ 4 ഹവറിലേക്ക് ഒരു ഓർഡർ ബ്ലോക്കൊക്കെ മേളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു ട്രേഡൊക്കെ കയറാം. ഇപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഞാൻ ആ വീക്കിൻ്റെ ഹൈ കാണിച്ചില്ല, അത് തന്നെ ആയിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുക. അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വീണ്ടും തിരിച്ച് കയറി വീണ്ടും ഇവിടെ വന്ന് റിയാക്ഷൻ ഉറപ്പായിട്ട് നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ സൈഡ് വേ ട്രെൻഡിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് പ്രൈസ് എത്ര റിയാക്ട് ചെയ്ത് തിരിച്ചു പോയാലും നമുക്ക് എന്ത് ചെയ്യുക, ആ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ
ഒരു എഞ്ചിനീയർ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഇവിടെ എഞ്ചിനീയർ ലിക്വിഡിറ്റി ഇല്ല, അത് ഇന്ത്യയാണല്ല, ഇൻസൈഡാണ്. അപ്പോൾ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ അതും എടുക്കാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ആ വീക്കിൻ്റെ ഹൈ അല്ലെങ്കിൽ ഇതിൻ്റെ ഡേയുടെ പ്രീവിയസ് ഹൈ നമുക്ക് നോക്കിയാൽ മതി. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എങ്ങനെയുള്ള ട്രേഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡേയുടെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പ്രീവിയസ് ഹൈ ഓർഡർ ഫ്ലോയുടെ നെക്സ്റ്റ് വീക്കിൻ്റെ അത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പുൾ ബാക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു പൊസിഷനൊക്കെ ട്രേഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ട്രേഡായിരുന്നു, ആ സമയത്താണ് വന്ന് കയറിയത്. എന്നാലും പ്രൈസ് ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നു. പക്ഷേ പ്രൈസ് നല്ല ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ട്രെൻഡ് വെച്ച് നമ്മൾക്ക് നോക്കണമെങ്കിൽ 4180 ബ്രേക്ക് ചെയ്ത് 1 അവറിൻ്റെ ക്യാൻഡിൽ പുതിയത് ഓപ്പൺ ചെയ്തു, 200 ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 230 വരെ പ്രൈസ് പോകാൻ ഏകദേശം ആ ഒരു പൊസിഷനിൽ വന്നിട്ടാണ് പ്രൈസ്. ഇനി 230 ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും ബൈ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യുക, 260 വരെ, ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞൊരു പൊസിഷൻ വരെ പ്രൈസ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു പൊസിഷനൊക്കെ കറക്റ്റായിട്ട് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ 43. അപ്പോൾ 43 ആകുമ്പോൾ തന്നെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് നോക്കുക. ഒരു പുൾ ബാക്ക് ഏകദേശം ഒരു $10-20 മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കുക. അതേപോലെ സെക്ഷൻ്റെ പ്രീവിയസ് ലോ എടുക്കണമെങ്കിലും പ്രീവിയസ് ഡേയുടെ ലോ ഒക്കെ എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് സെല്ല് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സെല്ലുകളും എടുക്കാവുന്നത് പ്രശ്നമില്ല. ഇപ്പോൾ ഏഷ്യൻ ലണ്ടൻ ബുള്ളിഷ് ആണെങ്കിൽ ന്യൂയോർക്ക് എന്തായാലും ബീറിഷ് ആകും. പക്ഷേ ലണ്ടൻ്റെ ലോ എടുക്കാനുള്ള സാധ്യത കുറവാണ്. പ്രീവിയസ് ലോയോ അല്ലെങ്കിൽ പ്രീവിയസ് ഡോളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഹൈ ഇവിടെ നിന്ന് പ്രൈസ് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രീവിയസ് ലോ ഏത്, ഇത് ഇൻസൈഡ് ആണ് അല്ലേ, ഇതും ലോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീവിയസ് ലോ. ഇവിടെയൊന്നും വരെ പ്രൈസ് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു $10 അല്ലെങ്കിൽ ഒരു $5 ഒരു 5 മിനിറ്റിലേക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒന്നും റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീവിയസ് ലോ കാണാം കേട്ടോ. ഫസ്റ്റ് ലോ, ഈ ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി. ഇങ്ങനെയൊക്കെ നോക്കി ചിലപ്പോൾ ഈ ലോ വരെ വരില്ല, എൻ്റെ ഈക്വലൊക്കെ വന്ന് നിന്നിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഈ ലോ വെക്കാതെ തൊട്ട് മുകളിലേക്ക് വെക്കുക. എന്നുവെച്ചാൽ പണ്ട് ഗോൾഡ് ഫസ്റ്റ് റിയാക്ഷൻ എന്തായാലും പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുമായിരുന്നു. സൈഡ് വേ ട്രെൻഡിൽ ലോ ബ്രേക്ക് ചെയ്യില്ല, അത്രയും ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യാതെ. അപ്പോൾ എന്ത് അതിൻ്റെ തൊട്ട് മുകളിലൊക്കെ തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക, നല്ല രീതിയിൽ ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രേഡുകൾ കിട്ടാവുന്നതാണ്. ചെറിയ ചെറിയ ട്രേഡുകളാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡുകളാണ്. എന്നാൽ നല്ല വലിയ ട്രേഡുകൾ ഇടയ്ക്ക് കിട്ടുകയും അപ്പോൾ നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ 4 അവറിൻ്റെ അതേപോലെ വീക്കിൻ്റെ ഹൈ ഒക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാം ബൈ ഞാൻ പറഞ്ഞ രീതിയിൽ. അതേപോലെ പിന്നെ സെല്ല് നോക്കണമെങ്കിൽ എന്ത് ഏഷ്യൻ ലണ്ടൻ ന്യൂയോർക്ക്, അപ്പോൾ ഏഷ്യൻ 2 സെക്ഷൻ ബുള്ളിഷ് ആണെങ്കിൽ ഒരു സെക്ഷൻ ബീറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സെല്ലൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന വീക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ടിൽ എന്താണ് സംഭവിച്ചേക്കണം ഈ ആഴ്ചയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, മന്തിലേക്ക് ചെല്ലാം. കറൻസികളിൽ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളറിൽ നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയതാണ്. ഓൾറെഡി ഞാൻ വീക്കിലി അനാലിസിസ് പറഞ്ഞൊരു ട്രേഡാണ്. പിന്നെ കറക്റ്റായിട്ട് ആ ടൈമിൽ ആ ട്രേഡ് കിട്ടിയ ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്ത് പറഞ്ഞായിരുന്നു. 1-2 ബിഗിനേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ TP ഒക്കെ കറക്റ്റ് പറഞ്ഞ് പ്രോഫിറ്റൊക്കെ എടുത്തത്. നല്ല ട്രേഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിൽ ഈ മാസം പ്രൈസ് ബുള്ളിഷിലാണ് അല്ലേ, ഈ മാസം പ്രൈസ് കഴിയും 30 ഇന്നത്തോടെ കഴിയണേണ്. നമുക്ക് വീക്ക് നോക്കുമ്പോൾ നല്ല ബുള്ളിഷാണ്. ഇതിൻ്റെ ഹൈ എടുത്തിട്ട് പ്രൈസ് ജസ്റ്റ് റിയാക്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും അവസാനത്തെ ആദ്യത്തെ 3 ദിവസം നല്ല ബുള്ളിഷും 2 ദിവസം പ്രൈസ് ഒരു ജസ്റ്റ് ഒരു ബിയറിഷിലേക്കും വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതൊരു ബിയറിഷ് ഓർഡർ ഫ്ലോ ആണ്. ഈ ഒരു ബിയറിഷ് ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൈസ് ഇനിയിപ്പോൾ കയറി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഹൈ ഉണ്ടല്ലോ, ഈ ഹൈ എടുത്തിട്ടായിരിക്കും, ഈ ഹൈക്ക് ഇൻസൈഡ് ആണെന്ന് തോന്നുന്നു. ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല, പ്രൈസ് വീണ്ടും കയറി വരും. അപ്പോൾ ഏകദേശം അത്രയൊന്നും കയറി വരികയില്ല, ഒരു പുൾ ബാക്ക് എടുത്ത് പ്രൈസ് പോകുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ എടുക്കണമെങ്കിൽ തന്നെ പ്രൈസ് ഇവിടെ അവിടം വരെ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമുക്ക് മെയിനായിട്ട് അവിടം വരെ വന്നില്ല എന്നുണ്ടെങ്കിലും 4 അവറിൻ്റെ ഐഡിയ എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഈ 4 അവറിൻ്റെ ഈ ഒരു ബിയറി ഷോബി റിയാക്ട് ചെയ്ത് പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നോക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിന്ന് ഒരു സിംഗ് ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി 1 അവറിൻ്റെ വൺ അവറിൻ്റെ ഒരു OB-യിൽ വന്ന് നിൽക്കണേണ്. ഇവിടുത്തെ മൂവ്മെൻറ്റ്സ് എങ്ങനെ, ഇവിടെ നല്ല കൺഫർമേഷൻ കിട്ടി തന്നെയാണ് നിൽക്കുന്ന. പ്രൈസ് റിയാക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 1 അവറിൻ്റെ നമുക്കൊരു 5 മിനിറ്റിലേക്ക് 15 മിനിറ്റിലേക്ക് നല്ല റിഫൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചോക്ക് ഐഡിയം എല്ലാം കിട്ടി നിൽക്കുകയാണ് അല്ലേ, നമ്മുടെ എക്സ്ട്രീമിൻ്റെ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇത് ഫെയിൽ ആകുകയാണെങ്കിൽ മാത്രം ഇതിൽ നോക്കിയാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സെല്ലെടുത്ത് പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൈസ് 15 മിനിറ്റിൽ ബുള്ളിഷ് ആണോ ഇതൊന്നും നോക്കണ്ട. കറൻസിയിൽ നമുക്ക് സെല്ല് നല്ലൊരു ഹൈ ടൈം ഫ്രെയിമിൽ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് സെല്ല് ചെയ്യുക.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ബൈ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഉണ്ട് ഇവിടെ നമ്മളിത് വരച്ചിട്ടു, റിയാക്ട് ഫെയിലായിപ്പോയി. നമുക്ക് ഇതിൻ്റെ താഴത്തു നിന്നുള്ളൊരു ബൈ കിട്ടണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ബൈ എടുക്കുക. ഇതിപ്പോൾ 1 അവറിൻ്റെ ഇത് ലോ അല്ലേ എന്നൊന്ന് വിചാരിച്ചിരിക്കണം. പ്രൈസ് നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടും. അത് ആ സ്ട്രക്ചറൊക്കെ നോക്കി ഇച്ചിരി കൂടി ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ആ പൊസിഷനിൽ നിന്നൊക്കെ ട്രേഡ് എടുക്കാം. മറ്റുള്ള ആൾക്കാർ ലിക്വിഡിറ്റി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും നമുക്ക് SMC വഴി നല്ല ട്രേഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സ്ട്രക്ചർ നോക്കണം. പ്രൈസ് ചില സമയത്ത് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസ് വന്ന് ഇവിടെ വരും. പ്രൈസ് ഇവിടെ നിന്നൊന്ന് നല്ല റിയാക്ട് ചെയ്യും, അതിനുശേഷം വീണ്ടും വന്ന് നല്ല റിയാക്ട് ചെയ്യും, അങ്ങനെ ഇത് തൊട്ടടുത്ത് വന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത തന്നെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരുപാട് തവണ റിയാക്ട് ചെയ്ത് പോയേക്കണത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? വളരെ ഫാസ്റ്റായിട്ട് ലിക്വിഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ട്രാപ്പായിട്ട് എടുക്കണം. അല്ല വേറെ ഒരിടത്തൊന്നും റിയാക്ട് ചെയ്യാതെ ചെറിയ രീതിയിൽ പ്രൈസ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ വളരെ വലിയ റിയാക്ഷൻ തന്നെ കിട്ടും. ചിലപ്പോൾ 1 അവറിൻ്റെ ആ ഒരു ടാർഗറ്റ് എടുക്കാതെ തന്നെ എന്ത് ചെയ്യും? പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രേഡ്സുകളൊക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ യൂറോ USDയിലേക്ക് പോകാം. നമുക്ക് മന്തിലേക്ക് വരാം. മന്ത് മിക്കവാറും എല്ലാ കറൻസികളും ഇപ്പോൾ ഗോൾഡ് പോലെ തന്നെ എല്ലാ കറൻസികളും ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീക്കും ബുള്ളിഷാണ്. പക്ഷേ ധൈര്യമായിട്ട് ഈ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സെല്ല് നോക്കാവുന്നതാണ്. കുറച്ച് നല്ലൊരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈ എടുത്താലും ഈ ഹൈ പ്രൈസ് കയറി വന്നിട്ട് എടുക്കുമ്പോഴത്തേക്കും ബോഡി ബ്രേക്കാണ് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും കയറും, ഉറപ്പാണ് കേട്ടോ. പിന്നെ പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഹൈ എടുക്കുമ്പോഴത്തേക്കും പ്രൈസ് അവിടെ വിക്ക് ബ്രേക്കാണ് നടക്കണമെന്നുണ്ടെങ്കിലും ബോഡി ബ്രേക്കാണ് നടക്കണമെങ്കിലും ബോഡി ബ്രേക്കാണ് നടക്കണമെങ്കിലും റിയാക്ഷൻ ഉണ്ടാകും. പക്ഷേ വിക്ക് ബ്രേക്കാണ് നടക്കണമെങ്കിൽ നല്ല റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് സ്വിങ് ചെയ്യാൻ പറ്റിയ ഇച്ചിരിയും കൂടി ലോങ് ടൈം ഹോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ട്രേഡുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയുടെ അടുത്ത് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുക? റിയാക്ട് ചെയ്താൽ ഈ ഇവിടെ നോക്കിയതേപോലെ ആദ്യം IDMൻ്റെ റിയാക്ഷൻ കിട്ടിയില്ല, പ്രൈസ് നേരെ ഇവിടെ വന്നിട്ട് നല്ല റിയാക്ട് ചെയ്ത് പോയേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് റിയാക്ട് ചെയ്തത് ഇത് ഫെയിലായി. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഫെയിലാകാനുള്ള സാധ്യത കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1 ടൈം റിയാക്ഷനിൽ വന്ന് പോയേക്കണതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റി ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് വന്നേക്കുന്ന റിയാക്ഷൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യാതെയാണ് ഇങ്ങനെ പോയേക്കണം. അങ്ങനെ വന്ന് ഇവിടെ ബിൽഡപ്പ് ചെയ്ത് ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇതിൻ്റെ ഹെവി റിയാക്ഷൻ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും കയറി പോകണമെങ്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫെയിലാകും. അവിടെ ഒരുപാട് പേർക്ക് ട്രാപ്പ് തന്നിട്ടായിരിക്കും പോകുന്നത്. ഞാൻ പറയണത് 2 സൈഡിലേക്കും കറൻസികൾ നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. പക്ഷേ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ മാത്രം ചെയ്യുക. ഷോർട്ട് ടൈം നമ്മൾ ഈ സെക്ഷൻ ചിലപ്പോൾ 10 വിപ്പായിരിക്കും 20 വിപ്പായിരിക്കും അങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ കറൻസികളിലൊക്കെ ചിലപ്പോൾ ഒരു സെക്ഷൻ തന്നെ 10-12 വിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ കറൻസികളിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഏത് ലിക്വിഡേറ്റ് എടുത്ത് ട്രേഡുകളാണെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 10 വിപ്പ് 12 വിപ്പ് 15 വിപ്പൊക്കെ ഉറപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷനാണ് നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ വലിയ പ്രോഫിറ്റ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ ലോസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കറൻസികളിലൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സ്, ഞാൻ ഗോൾഡിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്, കറൻസിയിലൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സ് ട്രേഡ് ചെയ്ത് പോകാം. ഗോൾഡിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കറൻസി മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്കും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ പറയുമ്പോൾ പല ആൾക്കാരും അത് വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ പ്രോഫിറ്റ് എടുത്ത് സെക്കൻഡ് നമുക്ക് വീണ്ടും ട്രേഡിൽ കയറാവുന്നത്. പല ആൾക്കാരും ആ ട്രേഡിൽ കയറി ഒരു 100 വിപ്പൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ ഇതൊരു 500 വിപ്പൊക്കെ പോകും. 500 വിപ്പ് 100 വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസിയിൽ ഏറ്റവും വരെ അത് ഓസ്ട്രേലിയയിലുള്ള 100 വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ മന്തിൻ്റെ ക്യാൻഡിൽ എത്ര വിപ്പ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഈ മന്തിൻ്റെ ക്യാൻഡിൽ എത്ര വിപ്പ് ഉണ്ട്? 150 വിപ്പേൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 100 വിപ്പ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് അല്ലേ? ഒരു 30 ദിവസം അല്ലെങ്കിൽ 10-25 ദിവസം ഹോൾഡ് ചെയ്യേണ്ട ട്രേഡിന് കിട്ടേണ്ട മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടി. എന്നിട്ടും 500 വിപ്പ് പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കി മന്തി നിങ്ങൾ ഇയറിൻ്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ചിലപ്പോൾ കാണാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നോക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈ എടുത്തു കഴിഞ്ഞാലും പ്രൈസ് റിയാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിനെ പോകും, നമ്മൾ ടാർഗറ്റ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹൈ എടുത്തു കഴിഞ്ഞാലും പ്രൈസ് റിയാക്ട് ചെയ്യും. നമുക്ക് ഡെയിലേക്ക് വരാം. നമ്മുടെ OBയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വന്നത് കഴിഞ്ഞ ഫ്രൈഡേ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, മൺഡേ അവിടെ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുത്തു. ട്യൂസ്ഡേ വീണ്ടും എഗെയിൻ നമുക്ക് അടുത്ത ട്രേഡ് കിട്ടി.
പ്രൈസ് നോക്കി ഏകദേശം നമുക്ക് എന്തോരം മൂവ് ചെയ്തിട്ടുണ്ട് നോക്കി. ഇപ്പോൾ ഇവിടെയാണ് പ്രൈസ് നമ്മുടെ OBയിൽ വന്ന് നിന്ന് പോയത്. അവിടെ മുതൽ നമ്മൾ നോക്കണമല്ല, നമ്മൾ ട്രേഡ് എടുത്താൽ 138 ഏകദേശം 140 പിപ്പ് പ്രൈസ് മൂവ് ചെയ്തു പോരെ. നമ്മൾ ആ ഒരു 1 മന്തിൻ്റെ ക്യാൻഡിൽ കണ്ടത് 148 അല്ലേ, അവിടെ 138, ഒരു 10 പിപ്പിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളു. പ്രോഫിറ്റ് എടുക്കുക, നല്ല പ്രോഫിറ്റ് എടുക്കാനുള്ള ഇതാണ് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇവിടം വരെ ഹോൾഡ് ചെയ്യുന്നുള്ള, അതിന് ശേഷം ഞാനതിൽ നിന്ന് എക്സിറ്റ് ആകുന്നതാണ്. ഞാൻ ഇവിടം വരെ എടുക്കുന്നില്ല. ഞാൻ ചില ട്രേഡുകളൊക്കെ വലിയ സിങ് ആണെന്നുണ്ടെങ്കിൽ കൂടി വന്ന് 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ എടുക്കുകയുള്ളൂ. പിന്നെ ഇത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ എടുത്ത ട്രേഡിൻ്റെ ഒരു 10% ഒക്കെ മാത്രമായിരിക്കും മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. ഇനി 4 ഹവറിൽ എന്താണ്? 4 ഹവറിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു OB തന്നെ ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് 1 ഹവറിൽ വന്നുകയാണെങ്കിൽ 1 ഹവറിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്ന പൊസിഷനിൽ തന്നെ 1 ഹവറിൻ്റെ OB ഉണ്ട്, ധൈര്യമായിട്ട് അവിടെ സെല്ല് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വരുന്ന ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വേണം ഇവിടെ നിന്ന് എടുക്കുക. അല്ല ജസ്റ്റ് റിയാക്ഷനിലാണ് വേണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇതോ ചിലപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നല്ല റിയാക്ഷൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈഡ് വേ ട്രെൻഡൊക്കെയാണ്, എല്ലാത്തിലും സൈഡ് വേ ട്രെൻഡൊക്കെ ആണെങ്കിലും പ്രൈസ് ഏതെങ്കിലും ഒരു ബുള്ളിഷിലേക്കോ ആണ് ബുയർഷിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിലേക്കുള്ള ട്രേഡുകൾ നോക്കുക. ഇപ്പോൾ ഈ ഒരു OBയിലേക്ക് തന്നെ മുമ്പ് പ്രൈസ് സെല്ലിലേക്കാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ ബൈയിലേക്കുള്ള എൻട്രികളും പ്രീവിയസ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് സെല്ല്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തെ ഒരു ഹൈ ടൈം ഫ്രെയിമിൽ POE ആണ്. സെല്ലെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ഇവിടെ നിന്ന് ബൈയിലേക്ക് മാറിയാൽ മാത്രമേ. അപ്പോൾ ബൈയിലേക്ക് മാറുമ്പോൾ നോക്കിയേ, നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയാണോ സെല്ലെടുത്ത് പോകുന്ന അതേ സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബൈയിലേക്കും കിട്ടും. സെയിം സ്ട്രക്ചർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, പ്രൈസ് ഈ കയറിയ അതേ സംഭവം തന്നെ ഈ ഇറങ്ങി വരുമ്പോഴുള്ള സ്ട്രക്ചർ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു സാധനം തന്നെ ആയിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോന്നാലും മുകളിലേക്ക് വന്നാലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഞാൻ ഇത് വരക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഒന്നും കൂടി മനസ്സിലാകും കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയല്ലേ വരച്ചതിൽ ചെറിയൊരു ഇത്. എന്നാലും ഇങ്ങനെയാണെങ്കിൽ പോലെ നോക്കിയാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേ സ്ട്രക്ചർ തന്നെയായിരിക്കും ഈ ഹൈയുടെ റൈറ്റ് സൈഡിൽ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇച്ചിരിയും കൂടി വിശദമായിട്ടൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ മനസ്സിലാവും, നല്ലൊരു അനാലിസിസ് മനസ്സിലാവും. നമ്മളുടേതായിട്ടുള്ള എല്ലാ രീതിയിലും കണ്ടുപിടുത്തങ്ങളും നമ്മൾ നടത്തണം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച രീതിയിൽ മാത്രമല്ല പോകേണ്ട, കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് പോകുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പഠിച്ച കാര്യത്തിൽ തന്നെ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ മാറ്റം അവിടെ പെട്ടെന്ന് തന്നെ അടുത്ത ട്രേഡിൽ തന്നെ ചെയ്യരുത്. ഒരു 10 ട്രേഡ് ആ രീതിയിൽ വരുന്നത് ഒന്ന് സ്റ്റഡി ചെയ്യുക. അതിലെത്ര ശതമാനം വിന്നിങ് റേഷ്യോ ഉണ്ട്, നിങ്ങൾക്ക് 50% വിന്നിങ് റേഷ്യോ കിട്ടിയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതെന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിലേക്ക് പോരാം. അതുകൊണ്ടാണ് ഞാൻ കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ, ഹൈ പ്രയോറിറ്റി ഓർഡർ ബ്ലോക്ക്, ഹൈ പ്രയോറിറ്റി ട്രേഡുകൾ, അതേപോലെ തന്നെ അത് പക്കയ നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റാണ് ഇതിനെല്ലാം വേണ്ടത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ട്രാപ്പുകൾ, എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എൻട്രിയിൽ ട്രാപ്പുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ എൻട്രി മൊഡ്യൂളിനും അതിൻ്റെതായ ട്രാപ്പുകൾ. ഈ ട്രാപ്പുകളൊന്നും എന്നെ പഠിപ്പിച്ച ആൾ പഠിപ്പിച്ചിട്ടില്ല, ഞാനായിട്ടാണ് ഇത് ഹൈ പ്രയോറിറ്റിയും ട്രാപ്പുകളും പഠിപ്പിക്കുന്നത്. വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ട്രേഡർ തന്നെയാണ്. അപ്പോൾ ഞാനിത് വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റ് എടുത്ത് പോകുമ്പോഴത്തേക്കും എനിക്ക് പ്രോഫിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോസ് വരാതിരിക്കാനുള്ള റീസൺസിൻ്റെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഇമോഷൻസ് ലോസിൽ തട്ടിക്കിടക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓരോ ട്രേഡ് എടുക്കുമ്പോൾ ഇതിനകത്ത് എന്ത് സാധ്യതയുണ്ട്, ഇതിലെന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ആണുള്ളത്, ആ ട്രേഡ് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത് അടുത്ത ട്രേഡ് ഇനി എവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അതിന് ഓപ്പോസിറ്റ് ട്രേഡ് വന്നെങ്കിൽ ഉറപ്പായിട്ട് ആ ട്രേഡ് ഞാൻ എടുക്കും. അല്ലാതെ ആദ്യം എടുത്ത ട്രേഡ് ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയൊന്നുമില്ല. അടുത്ത ട്രേഡ് എടുക്കുക, അടുത്ത മൂവ്മെൻറ്റ്സ് പിടിക്കുക, അത് കറക്റ്റായിട്ട് ട്രേഡ് മാനേജ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ചില ട്രേഡുകൾ എന്തുകൊണ്ട് നമുക്ക് ലോസ് ഉണ്ടായി, ചില ട്രേഡുകൾ നമ്മളുടെ മൂവ്മെൻറ്റ്സിൻ്റെ 50-25% മാത്രം മൂവ് ചെയ്യും, ചിലത് 100% മൂവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ
നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അതൊക്കെ ജേണൽ എഴുതി അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും എന്താ പഠിക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും ശരിയാണല്ലോ ഇന്ന എൻട്രികൾ എടുക്കുമ്പോഴത്തേക്കും ലോസ് എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ട്രാപ്പുകൾ അവർക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തനിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പ്രോഫിറ്റിൽ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാനൊരു ട്രേഡർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇത്രയും വർഷം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈം ഫ്രീഡം ഉണ്ട്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോസിൽ വന്നവരാണെങ്കിലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക. ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം വലിയ വരുമാനത്തിലേക്ക് വലിയ ട്രേഡുകൾ കിട്ടുക എന്ന് മാത്രമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ ഏറ്റവും കുറവ് സമയം സ്പെൻഡ് ചെയ്യുന്നത് ട്രേഡിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്രോഫിറ്റിൽ പോകാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.